ഇനി ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യമാണ്, പക്ഷെ ഞാൻ അവസാനമാണ് ഉത്തരം പറയുന്നത്. ഇനി ഞാൻ നിങ്ങളോട് എന്നെ കുറിച്ച് പറഞ്ഞു തരാം. ഇന്നി അനൽ മസീഹ്, ഞാനാണ് ലോകം കാത്തിരിക്കുന്ന മസീഹ് ദജ്ജാൽ. എനിക്ക് അനുവാദം കിട്ടുമ്പോ ഞാൻ തീർച്ചയായും ഇറങ്ങി വരും. ഭൂമിയിൽ ഞാൻ സഞ്ചരിക്കും. 40 ദിവസം കൊണ്ട് ഭൂമിയിലെ മുഴുവൻ ഭാഗങ്ങളും ഞാൻ സഞ്ചരിച്ചു തീർക്കും. ഇസ്തഖ്ബലനി, അതെ, കുല്ലമ ഞാൻ ആ ലോകം മുഴുവനും സഞ്ചരിക്കുമ്പോൾ 40 ദിവസം കൊണ്ട് സഞ്ചരിക്കുമ്പോൾ 2 നാടുകൾ എനിക്ക് അപ്രാപ്യമാണ്. മക്കയും ത്വയ്ബയും എനിക്ക് പ്രവേശനമില്ലാത്ത നാടുകളാണ്. ഫഹുമാ മുഹറമത്താനി അലയ്യ കിൽതാഹുമാ, ആ 2 രാജ്യങ്ങളും എനിക്ക് മുഹറമത്താണ്, നിഷിദ്ധമാണ്. കുല്ലമാ അറതു അൻ അദ്ഖുല വാഹിദതൻ ഔ വാഹിദൻ മിൻഹുമാ, ഈ 2 നാടുകളിൽ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് കയറണമെന്ന് ഞാൻ ഉദ്ദേശിച്ചാൽ ഇസ്തഖ്ബലനി മലക്കും ബിയദിഹി സൈഫു സ്വൽതൻ യസുദ്ദനി അൻഹാ, ഊരിപ്പിടിച്ച വാളുമായി അല്ലാഹുവിന്റെ മലക്കുകൾ എന്നെ നേരിട്ട് കളയും, എന്നെ തടയും. ഈ 2 രാജ്യങ്ങളിലേക്കുള്ള വഴികളിൽ മുഴുവനും അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രൊട്ടക്ഷൻ തീർക്കുമെന്ന് ഈ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുകയാണ്. ആരോട്? തമീമുദ്ദാരിയോട്. ആ വിവരം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ആളുകൾക്ക് വിവരിച്ചു കൊടുത്ത് ഇത്രയും പറഞ്ഞതിനു ശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലുണ്ടായിരുന്ന വടി, ആ വടിയെടുത്ത് മിമ്പറിൽ ഒരൊറ്റ കുത്തുകുത്തി നബി. ശബ്ദമുണ്ടാക്കി. ആ തടിയുള്ള മിമ്പറാ നബിയുടെ മിമ്പർ. ആ മിടി പ്രവാചകന്റെ ആ തടി കൊണ്ടുള്ള മിമ്പറിൽ പ്രവാചകൻ തന്റെ വടി കൊണ്ട് ഒരൊറ്റ കുത്തുകുത്തി. എന്നിട്ട് ശബ്ദമുണ്ടാക്കി. എന്നിട്ട് നബി വിളിച്ചു പറഞ്ഞു, ഹാദിഹി ത്വയ്ബ, ഹാദിഹി ത്വയ്ബ, ഹാദിഹി ത്വയ്ബ. ദജ്ജാൽ വിവരം അറിയിച്ചല്ലോ, ത്വയ്ബയിലേക്ക് എനിക്ക് പ്രവേശനമില്ല, മക്കയിലേക്കും പ്രവേശനമില്ല എന്ന്. ആ ദജ്ജാൽ സൂചിപ്പിച്ച ത്വയ്ബ ഏതാണെന്ന് അറിയുമോ? ഹാദിഹി ത്വയ്ബ, ഹാദിഹി ത്വയ്ബ, ഹാദിഹി ത്വയ്ബ. ഇതാണ് ത്വയ്ബ, മദീനയാണ് ത്വയ്ബ, ഈ മദീനയാകുന്നു ത്വയ്ബ. അലാ ഹൽ കുന്തു ഹദ്ദസ്തുകും ദാലിക, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നില്ലായിരുന്നോ? ഇത് കേൾക്കേണ്ട താമസം സ്വഹാബത്ത് നിറങ്ങി പറയാണ്, നഅം യാ റസൂലല്ലാഹ്, തീർച്ചയായും 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 നബിയെ, അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, ഫഇന്നഹു അഅജബനി ഹദീസു തമീം അന്നഹു വഫഖ അല്ലദീ കുന്തു ഉഹദ്ദിസുകും അൻഹു വഅനിൽ മദീനതി വമക്കത അലാ ഇന്നഹു ഫീ ബഹരി ശാം ഔ ബഹരിൽ യമൻ ലാ ബൽ മിൻ ഖിബലിൽ മശ്രിഖ് മാ ഹുവ മിൻ ഖിബലിൽ മശ്രിഖ് മാ ഹുവ മിൻ ഖിബലിൽ മശ്രിഖ് മാ ഹുവ വഅൗമ അബിയദിഹി ഇലൽ മശ്രിഖ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എനിക്ക് അത്ഭുതം തോന്നുന്നു. ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തന്നതുപോലെ തന്നെ തമീമുദ്ദാരി പോയി കണ്ടുവന്ന് വിവരിച്ച ആ വൃത്താന്തം കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. നിങ്ങൾ ഓർത്തോ, ഷാമിന്റെ ഭാഗത്ത് നിന്നായിരിക്കുന്നവൻ വരിക, അല്ലെങ്കിൽ ബഹ്റു ഷാമിൽ നിന്നോ, അല്ലെങ്കിൽ ബഹ്റുൽ യമനിൽ നിന്നോ, അതല്ല ഖിബലൽ മശ്രിഖ്, ആ മശ്രിഖിന്റെ ഭാഗത്ത് നിന്നോ ആയിരിക്കുന്നവൻ വരിക, പൗരസ്ത്യ ഭാഗത്ത് നിന്നായിരിക്കും അവൻ രംഗത്ത് വരിക എന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് പറയുകയാണ്, ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുകയാണ്. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസായത് വാറോലയല്ല, കള്ള ഹദീസല്ല. നേരെ മറിച്ച് തമീമുദ്ദാരി കണ്ട വിവരം, ആ വിവരം ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത് റസൂലുള്ളാഹി കേൾക്കുന്നു, തന്റെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു, വിവരിച്ചു കൊടുക്കുന്നു. അതാ സൂചിപ്പിച്ചത് നബി മാത്രമല്ല, നബിക്ക് പുറമെയും ദജ്ജാലിനെ കണ്ട ആളുകളുണ്ട്. ഇന്ന് ഭൂമിക്ക് മുകളിൽ ദജ്ജാൽ ജീവിച്ചിരിക്കുന്നു. ഏതോ ഒരു ദ്വീപിൽ അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. കൈകാലുകളിൽ ആമം വെച്ചിട്ട് ആ അവസ്ഥയിൽ അവൻ ഇന്ന് ഭൂമിക്ക് മുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടപ്പാണ്. നബിയുടെ കാലം മുതൽ ജീവിക്കുന്ന ആളാണ്. അതിന് മുമ്പും അവനുണ്ടായി, അവൻ മുമ്പ് ഇവിടെ ജീവിച്ചിരുന്നു എന്ന സൂചനയുണ്ട്. അങ്ങനെ കൊല്ലങ്ങളായി പുറപ്പെടാനുള്ള സമയം കാത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ദജ്ജാൽ. ദജ്ജാലിനെ സംബന്ധിച്ച് എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? അതൊരു മനുഷ്യനാണ്, പുറപ്പെടാനുള്ള മനുഷ്യൻ, പുറപ്പെടാൻ കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ, വരാൻ കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ. ഭൂമിയിൽ തന്നെ അയാൾ ഒളിവിലാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവോ എന്ന് സംശയിക്കണ്ട.
മനുഷ്യൻ മുഴുവൻ കറങ്ങിയല്ലോ, സാറ്റലൈറ്റ് ഉണ്ടല്ലോ, എല്ലാം ഒപ്പിയെടുക്കുന്നുണ്ടല്ലോ, ഗൂഗിൾ ഉണ്ടല്ലോ, ഏത് ബുക്കും മൂലയും കണ്ടുപിടിക്കാമല്ലോ. ഇന്നും മനുഷ്യൻ പ്രാപിക്കാത്ത കേന്ദ്രങ്ങൾ ഭൂമിയിലുണ്ട്. ശാസ്ത്രമെത്തി നോക്കിയിട്ടില്ലാത്ത കേന്ദ്രങ്ങൾ ഭൂമിയിലുണ്ട്. മനുഷ്യൻ കടന്നു ചെന്നിട്ടില്ലാത്ത കേന്ദ്രങ്ങൾ ഭൂമിയിലുണ്ട്. നമുക്കറിയാം ബർമുഡ ട്രയാങ്കിൾ, അത് പറഞ്ഞപ്പോ ദജ്ജാൽ അവിടെ ഉണ്ടെന്നല്ല, അങ്ങനെ മനസ്സിലാക്കണ്ട. എല്ലാവർക്കും അറിയുന്ന ഒരു കേന്ദ്രമാണ്. വിമാനം അതിന്റെ മുകളിലൂടെ പറക്കൂല, കപ്പൽ അതുവഴി ഓടൂല. പ്രത്യേകമായ ഒരു ട്രയാങ്കിൾ. എന്താ അവിടെ സംഭവിക്കുന്നത് ആർക്കും അറിഞ്ഞുകൂടാ, ശാസ്ത്രത്തിന് അറിഞ്ഞുകൂടാ. ഈ അടുത്ത സമയത്ത് നിങ്ങൾ കണ്ടു ഒരു ദ്വീപിനെ സംബന്ധിച്ച്, ഇന്ന് വരെ കടന്നു ചെല്ലാത്ത ഒരു മനുഷ്യരും കടന്നു ചെല്ലാത്ത ദ്വീപ്. അതിന്റെ മുകളിലൂടെ എങ്ങാനും ഒരു വിമാനം പറന്നുപോയാൽ ഉടൻ തന്നെ അത് തകർത്തിടും. ആ ദ്വീപിലുള്ള ആളുകൾ ആരാ അവിടെ ഉള്ളത് അറിയില്ല. എന്താണ് അവരുടെ സംസാരം അറിയില്ല, എന്താണ് അവരുടെ ഭക്ഷണം അറിയില്ല, എന്താണ് അവരുടെ നാഗരികത അറിയില്ല. ഭൂമിയിൽ തന്നെ മനുഷ്യൻ കടന്നു ചെല്ലാത്ത ഒരുപാട് കേന്ദ്രങ്ങൾ ബാക്കിയുണ്ട് എങ്കിൽ ദജ്ജാൽ ഭൂമിക്ക് മുകളിൽ തന്നെയുണ്ട്, ജീവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. വലിയൊരു പടപ്പായി, അള്ളാഹുവിന്റെ വലിയൊരു പടപ്പായി ജീവിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത്, മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമിസ് സാഅത്തി ഖൽഖുൻ അക്ബറു മിനദ് ദജ്ജാൽ. ലോകാവസാനത്തിനിടയിൽ ആ ദജ്ജാലിനേക്കാളും അക്ബറായ ഒരു പടപ്പ് വേറെയില്ല. ആദം മക്കൾക്കിടയിൽ ദജ്ജാലിനേക്കാളും വലിയൊരു പടപ്പ് വേറെയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പഠിപ്പിക്കുകയാണ്. ആ ദജ്ജാലിനെ കാത്തിരിക്കുന്ന ആളുകൾ, ദജ്ജാലിനെ പ്രതീക്ഷിക്കുന്ന ആളുകൾ, ആ ദജ്ജാൽ വന്നു കിട്ടിയിരുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകൾ വരെയുണ്ട് ലോകത്ത്. അവരാണ് യഹൂദികൾ. ആന്റി ക്രിസ്റ്റിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ, അന്തിക്രിസ്തുവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ. ആ അന്തിക്രിസ്തു വന്നിട്ട് ഞങ്ങൾക്ക് വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അതിനുവേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കുന്ന ആളുകൾ, അതിനുവേണ്ടി കോപ്പുകൂട്ടുന്ന ആളുകൾ ലോകത്തുണ്ട്. ആ ദജ്ജാലിന്റെ ചിഹ്നങ്ങളെ പോലും തന്റെ ചിഹ്നമായി ഉപയോഗിക്കുന്ന ജനത ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ദജ്ജാലിന്റെ പ്രത്യേക ചിഹ്നം മഹാനായ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ലോകത്തൊരു പ്രവാചകനും പറഞ്ഞു കൊടുക്കാത്ത വിശേഷണം നബി പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ലൈസ ബിഅഅ്വറ അലാ ഇന്നൽ മസീഹ ദജ്ജാൽ അഅ്വറുൽ ഐൻ അൽയുംനാ കഅന്ന ഐനഹു ഇനബത്തുൻ തഫിയാ. തീർച്ചയായും മസീഹു ദജ്ജാൽ അഅ്വറാൻ, ഒറ്റ കണ്ണനാണ്. അവന്റെ വലതു കണ്ണ് അഅ്വറാൻ, ഇടതു കണ്ണിലൂടെ മാത്രമേ ദജ്ജാൽ കാണൂ. ഇടത്തെ കണ്ണിലൂടെ മാത്രമേ ദജ്ജാൽ കാണൂ. വലതു കണ്ണ് അഅ്വറാണ്, മൂടിയതാണ്. കഅന്ന ഐനഹു ഇനബത്തുൻ തഫിയാ. ഒരു മുന്തിരി ഒരു വെള്ളത്തിലിട്ടാൽ ആ മുന്തിരി ഇങ്ങനെ തുള്ളി തുള്ളി പോകുന്നത് പോലെ അവന്റെ കണ്ണിങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുമെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത് തന്നെ അയാൾ ചോദിക്കുകയാണ്, ആര്? ദജ്ജാൽ ചോദിക്കുകയാണ്, അഖ്ബിറൂനി അൻ നഖ്ലിൽ ബൈസാൻ. ബൈസാനിലെ